പാടില്ല ശരി, ശ്രീ എം എസ് വേണുഗോപാൽ അതിനുള്ള തെറ്റായി. മറുപടി. ഏതായാലും ഇവിടെ ഇറാൻ ശക്തമായിട്ട് തന്നെ തിരിച്ചടിക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ തിട്ടപ്പെടുത്താത്ത, അന്താരാഷ്ട്ര സമൂഹത്തിന് അറിയാൻ പറ്റാത്ത രീതിയിലുള്ള ആയുധശേഖരമുണ്ട് എന്നാണല്ലോ. അത് ശരിയാണെന്ന് ഇപ്പോൾ തെളിയുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അവരുടെ ടെറൈൻ എന്ന് പറയുന്നത് ഏതാണ്ട് 60% അടുപ്പിച്ച് മലനിരകളുള്ളതാണ്. അതിലെ ഗുഹകളിൽ അവർ പിന്നെ പാറക്കെട്ടുകളിൽ ഗുഹകളുണ്ട്. ആ ഗുഹകളിലെല്ലാം ആവശ്യത്തിലധികം ഡ്രോണുകളും മിസൈലുകളും സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ പിക്ചറുകൾ അവർ വിട്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ യുദ്ധത്തിന് അവർ ഇനിയും തയ്യാറാണെന്നുള്ളത് തന്നെയാണ് ഇത് കാണിക്കുന്നത്. അവർക്ക് വിട്ടുവീഴ്ച എന്ന് പറയുന്നത് അവരുടെ രാജ്യം രക്ഷപ്പെടുമെങ്കിൽ അതിന് അന്തസ്സായ ഒരു സ്റ്റാൻഡ് വരുമെങ്കിൽ മാത്രമെന്നുള്ളതാണ് അവരിപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതി. ഇതിനിടയിൽ ഇന്ത്യ എങ്ങനെ ഇടപെടണമെന്ന് നമുക്ക് വളരെ ആലോചിച്ച് തീരുമാനിക്കേണ്ടതാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 1 കോടി ഇന്ത്യക്കാർ GCC രാഷ്ട്രങ്ങളിൽ കിടക്കുകയാണ്. അവരുടെ ജീവൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് അവിടെ ഡിപ്ലോമസിയാണ് ഏറ്റവും യോജിച്ചതെന്നുള്ള പ്രധാനമന്ത്രിയുടെ നയം ഒരിക്കലും തെറ്റു പറയാൻ കഴിയില്ല. അതുമാത്രമല്ല, ഇതിനെ കറക്റ്റായിട്ട് അപലപിച്ച രാഷ്ട്രങ്ങളെന്ന് പറയുന്നത് ചൈനയും റഷ്യയും കുറച്ച് പാകിസ്ഥാനുമാണ്. ബാക്കി ഒരു രാഷ്ട്രവും ഇസ്രായേലിനെയോ US-നെയോ പരസ്യമായി അപലപിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഈ 3 രാഷ്ട്രങ്ങളാണ് വളരെ ഡയറക്റ്റായിട്ട്, അതിൽ പാകിസ്ഥാൻ വളരെ മുഖ്യമൂളിയാണ് പറഞ്ഞത്. ബാക്കി രാഷ്ട്രങ്ങൾ, ഈ 2 രാഷ്ട്രങ്ങളാണ് ശരിക്കും യുദ്ധത്തെ അനുകൂലിക്കുന്നില്ല, സമാധാനം വേണമെന്ന് പറഞ്ഞതല്ലാതെ മറ്റാരും പറഞ്ഞിട്ടില്ല. അപ്പോൾ ലോകത്തെ 180 രാഷ്ട്രങ്ങൾ പറയാത്തടത്ത് ഇന്ത്യ കയറി പറയണമെന്ന് പറയുന്നത് നമുക്ക്, അത് സോണിയാഗാന്ധിക്ക് പറയാമായിരിക്കും, പക്ഷേ ഇന്ത്യക്ക് അത് ഭൂഷണമാണോ എന്നുള്ളത് നമ്മൾ ഒരു കോടി ജനങ്ങളെ സംരക്ഷിക്കേണ്ട ഒരു രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ശ്രീ ബൈജു ചിറ്റാല പറയുന്നുണ്ടായിരുന്നു, ഇവിടെ അന്താരാഷ്ട്ര സമൂഹത്തിന് സമ്മർദ്ദവും ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന് സമ്മർദ്ദവും കാരണമാണ് ഖമൈനിയുടെ വധത്തിൽ ഇന്ന് അനുശോചനമെങ്കിലും അറിയിക്കാൻ തയ്യാറായത് എന്ന്. താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ? ആ ഒരു സമ്മർദ്ദം അവിടെ ഉണ്ടായിരുന്നു, അതിന് ഇന്ത്യ വഴങ്ങുകയായിരുന്നുവെന്ന്? ഇന്ത്യയുടെ പ്രതിപക്ഷത്തിൻ്റെ സമ്മർദ്ദത്തിന് നരേന്ദ്രമോദി വഴങ്ങില്ല എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹം അതൊരു പ്രധാന കാര്യമായിട്ട് ഒരിക്കലും എടുക്കാനും വഴിയില്ല. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഇതിന് കാരണം ഫ്യൂണറലിനടുത്ത് വരുന്നു. അപ്പോൾ അനുശോചിക്കേണ്ടത്, അവിടുത്തെ എംബസിയിൽ പോയി അനുശോചിക്കേണ്ടത് ഒരു കടമയാണ്. അത് അദ്ദേഹം നിർവഹിച്ചു എന്നുള്ളത് കവിഞ്ഞ് അതിൽ വലിയ ഒരു മെസ്സേജ് കൊടുക്കാനായിട്ട് അദ്ദേഹം താല്പര്യപ്പെടുന്നില്ല എന്നുള്ള, കാരണം മെസ്സേജ് കൊടുക്കാൻ പറ്റില്ല. ലോകത്തെ പ്രമുഖ രാഷ്ട്രങ്ങളെല്ലാം വളരെ ആലോചിച്ച് വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി മാത്രം എടുത്തു ചാടി എന്തെങ്കിലും പറയണമെന്ന് ഇവിടുത്തെ പ്രതിപക്ഷമല്ലാതെ മറ്റാരും പറയില്ല. അതാണ് എന്താ റോങ് ആണ് പറയൂ. ഞാൻ പറയാം. അതായത് നോർവീജിയൻ ഫോറിൻ മിനിസ്റ്റർ വാസ് ഓൾറെഡി ഡിക്ലെയർഡ് ഇറ്റ് വാസ് ഇല്ലീഗൽ, ലോ ലീഗൽ സാങ്ക്ടിറ്റി. ബ്രിട്ടൻ, ഫ്രാൻസ്, അമേരിക്ക ഈ കളിയിൽ ഞങ്ങളില്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിന്റെയും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ സമാധാനം പറഞ്ഞിട്ടുണ്ടല്ലോ. എവിടെ പറഞ്ഞു? എത്രയോ പ്രാവശ്യം പറഞ്ഞു. യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കില്ല, അവിടെ സമാധാനമാണ് വേണ്ടത്, സംവാദമാണ് വേണ്ടത് എന്നുള്ളത് ഇന്ത്യയുടെ സ്റ്റാൻഡാണ്. പക്ഷെ ഇന്ത്യ അപലപിച്ചത് എന്താണെന്ന് വെച്ചാൽ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഇറാന്റെ ആക്രമണത്തെയാണ്. 1 കോടി ഇന്ത്യക്കാരാണുള്ളത് ഗൾഫ് രാജ്യങ്ങളിൽ. അപ്പോഴും ഇറാനെ ആക്രമിച്ച, അപ്പോഴും അതന്നെ, ദാറ്റ്സ് മൈ പോയിന്റ് മനുഷ്യ, ദാറ്റ് ഈസ് മൈ പോയിന്റ്. അപ്പോഴും ഇസ്രയേലും US-ഉം ഇറാനെ ആക്രമിച്ചതിൽ നമ്മളൊരു നിലപാട് എടുത്തിട്ടില്ല. അത് ഇല്ലീഗലാണ്, അത് ഇല്ലീഗലാണ് എന്നുള്ള കാര്യം ലോകരാജ്യങ്ങൾ പറയുന്നു, നമ്മൾ പറയുന്നില്ല. ബൈജു അതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ശ്രീ രഘുനാഥ് അതിനുള്ള മറുപടി നൽകും. ബൈജു തിട്ടാല നേരത്തെ അതിനെ കുറിച്ച് പറഞ്ഞിരുന്നു എന്തുകൊണ്ട് ഇല്ലീഗൽ എന്നുള്ള കാര്യം. ശരി രഘുനാഥ്. മഞ്ജുഷേ, നമ്മൾ ഒരു കാര്യം നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പം 2 വർഷം മുമ്പ് ഒക്ടോബർ 7-ാം തീയതി 2023 ഒക്ടോബർ 7-ാം തീയതി ഇറാന് 5000 റോക്കറ്റുകൾ ഒറ്റയടിക്ക് റോക്കറ്റുകളും മിസൈലുമായിട്ട് ഇസ്രായേലിലേക്ക് അയച്ചിട്ട് ആയിരക്കണക്കിന് ആളുകളെ കൊല്ലുകയും ഒത്തിരി പേരെ പിടിച്ചോണ്ട് പോവുകയും ചെയ്തു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇത് സംഭവിക്കുന്നത്. അന്നേ തീരുമാനിച്ചതാണ് ഇവിടെ റെജീം ചേഞ്ച് വേണമെന്ന്, ഇവരെ ആക്രമിക്കണമെന്ന്. ഇതെല്ലാം അന്ന് തീരുമാനിച്ച കാര്യമാണ്. അന്ന് ഒരു മനുഷ്യന് ഒബ്ജക്ഷൻ ഇല്ലായിരുന്നല്ലോ, ആരും ഇതിനെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ. അന്ന് ആക്ച്വലി ഇസ്രായേലാണ് വിക്ടിം. ഈ ഹൂത്തികളെയും ഹമാസിനെയും ഹിസ്ബുള്ളയെയും പോറ്റി വളർത്തുന്നത് ഇറാനാണ്. അപ്പൊ ഈ ഒരു സപ്പോർട്ട്, ഈ പ്രോക്സികൾക്കുള്ള സപ്പോർട്ട് ഇറാൻ അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇറാനെ ആക്രമിക്കണമെന്നുള്ളത് നിശ്ചിതമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതേ ലോജിക്ക് വെച്ചിട്ട് എന്റെ ഒരു മറുചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാകിസ്ഥാൻ സ്ഥിരമായിട്ട് ഇന്ത്യനെ തീവ്രവാദികളെ വിട്ട് ആക്രമിക്കുന്നുണ്ട്.
ഇതൊരു തീവ്രവാദി ആക്രമണമായിട്ട് മാത്രമേ ലോക സമൂഹം കാണുന്നുള്ളൂ. ഒരു മനുഷ്യൻ അതിനെ അപലപിക്കുന്നില്ല. ഇസ്രായേൽ പോലെയുള്ള അല്ലെ റഷ്യ പോലെയുള്ള രാജ്യങ്ങളല്ലാതെ ആരും അതിനെ ശക്തമായിട്ട് അപലപിക്കുന്നില്ല. ലോക പോലീസായിട്ടുള്ള അമേരിക്കയോ UN ഒന്നും ഇതിനെ അപലപിക്കുന്നില്ല. പാകിസ്ഥാൻ ഇത്രയും പ്രോക്സി വാർ നടത്തുമ്പോൾ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തി, 2 സർജിക്കൽ സ്ട്രൈക്ക് അതിന് മുമ്പ് നടത്തി. അത് നടത്തി കഴിഞ്ഞപ്പോഴും നമ്മുടെ കൂടെ ആരുണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മുടെ സർവൈവലിന് വേണ്ടിയിട്ടാണ് നമ്മൾ പാകിസ്ഥാനെ ആക്രമിച്ചതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇസ്രായേൽ അവരുടെ സർവൈവലിന് വേണ്ടിയിട്ടാണ് ഇറാനെ ആക്രമിക്കുന്നത്. അമേരിക്കയ്ക്ക് അമേരിക്കയുടേതായിട്ടുള്ള അജണ്ടയുണ്ട്, അത് വേറെയാണ്. അപ്പം ഇസ്രായേലിനെതിരെ കുറെ രാഷ്ട്രങ്ങൾ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൽ കേസ് കൊടുത്തു. ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു കുറ്റവാളിയായോ? നമ്മുടെ നാട്ടിൽ എത്രയോ പേരുടെ പേരിൽ അറസ്റ്റ് വാറന്റ് കിടപ്പുണ്ട്. ഇവരെല്ലാം കുറ്റവാളികളാണ്. ഇത് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്ത് കേസ് തീർന്നു കഴിയുമ്പോഴല്ലേ തീരുമാനമാകുള്ളൂ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ആരുടെ പക്ഷം പിടിക്കേണ്ടത്? നമ്മൾ ആരുടെയും പക്ഷം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്ത്യ ഇതിനെക്കുറിച്ച് പ്രസ്താവന പോലും ഇറക്കേണ്ട ആവശ്യമില്ല. 180-190 രാജ്യങ്ങൾ ഈ ലോകത്തുള്ളതിൽ 2 രാജ്യങ്ങൾ തമ്മിൽ അടിക്കുന്നു. അതിനകത്ത് 3ാമത് രാജ്യമായ അമേരിക്ക കക്ഷി ചേരുന്നു. 3 രാജ്യങ്ങളുടെ കോൺഫ്ലിക്റ്റ് ആണ്. നമ്മൾ ഇതിന് അഭിപ്രായം പറയേണ്ട ആവശ്യം എന്താ? അതിനകത്ത് നമ്മുടെ ഫ്രണ്ടാണ് ഇറാനും, നമ്മുടെ ഫ്രണ്ടാണ് ഇസ്രായേലും, നമ്മുടെ ഫ്രണ്ടാണ്. ഇനി വേറൊരു ചോദ്യം, അങ്ങനെ അതേ ലോജിക്ക് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറാന്റെ ഫ്രണ്ട് പാകിസ്ഥാനാണ്, ഇറാന്റെ ഫ്രണ്ട് ഇന്ത്യയുമാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റിൽ ഇറാൻ എടുത്ത ഒരു ന്യൂട്രൽ സ്റ്റാൻഡാണ്. പലപ്പോഴും അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ മറ്റൊരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട് കേട്ടോ ശ്രീ രഘുനാഥ് ചൈതന്യ. ഇപ്പോൾ കടൽ യുദ്ധത്തിലേക്ക് പോകുമ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് അതിന്റെ പ്രഹരശേഷി വരുന്നത്. ഇപ്പോൾ ഇറാന്റെ ഒരു കപ്പലാണ് അമേരിക്കയുടെ അന്തർവാഹിനി തകർത്തിരിക്കുന്നത്. അടുത്ത ലക്ഷ്യം വെച്ചിരിക്കുകയാണ് ഇപ്പോൾ. മഞ്ജുഷേ, ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഹ്യൂജ് ഒരു ഏരിയയാണ്. നമ്മുടെ കടല് അതിർത്തിയിൽ യുദ്ധം നടക്കുന്നുണ്ടോ? ഇല്ല. ഇനി നമ്മുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിൽ യുദ്ധം നടക്കുന്നുണ്ടോ? ഇല്ല. ശ്രീലങ്കയുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിന്റെയും പുറത്ത് വെച്ചിട്ട് ഒരു ഇറാന്റെ കപ്പൽ അമേരിക്കൻ അന്തർവാഹിനി നശിപ്പിച്ചു. അതിൽ ഇന്ത്യ എന്തിനാ ഇടപെടുന്നത്? ഇന്ത്യ എന്തിനാ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത്? ഇന്ത്യക്ക് അതിന്റെ ആവശ്യം എന്താ? ഇനി ഞാൻ വേറെ കാര്യം കൂടെ ചോദിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇറാന്റെ പക്ഷം പിടിച്ചിട്ട് ഇന്ത്യ അമേരിക്ക വെറുപ്പിക്കണോ? UAE, ഖത്തർ, ഇങ്ങനെയുള്ള ബഹ്റൈൻ, ഇങ്ങനെയുള്ള സകല മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ നമ്മൾ വെറുപ്പിച്ചിട്ട് ഇന്ത്യക്കാരെ മുഴുവൻ അവിടുന്ന് അവർ ചവിട്ടി പുറത്താക്കുന്ന ഒരു നിലയിലേക്ക് നമ്മൾ കൊണ്ട് എത്തിക്കണം. 1 കോടി ഇന്ത്യക്കാരുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ സെൽഫിഷ് ആവണം. നമ്മളെന്തിനാ ലോകത്തിലെ വിശ്വഗുരു ആകാൻ നടക്കുന്നത്? നമ്മളെല്ലാവരുടെയും അഭ്യുദയകാംക്ഷയായിട്ടൊന്നും നടക്കേണ്ട കാര്യമൊന്നുമല്ല. ഇന്ത്യ വിശ്വഗുരു അല്ല ആവേണ്ടത്, ഇന്ത്യ വിശ്വ പവറാണ് ആവേണ്ടത്. നമ്മൾ നമ്മുടെ പൗരന്മാരുടെ കാര്യമാണ് നോക്കേണ്ടത്. നമ്മൾ സെൽഫിഷ് ആവണം. ശരി, അത് പ്രതിപക്ഷം പക്ഷേ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. രാജ്യത്താണെങ്കിൽ രാഹുൽ ഗാന്ധി ഇന്നും പറയുകയാണ്, നേരത്തെ സോണിയാഗാന്ധി ആയിരുന്നു, ഇന്ന് രാഹുൽ ഗാന്ധി പറയുന്നു നമ്മുടെ തൊട്ടടുത്തേക്ക് യുദ്ധം എത്തിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.